കാലടി ഗോപിയുടെ നാടകം രംഗം എന്ന് പറയുന്ന നാടകശാലയുടെ നാടകത്തിന് ഞാൻ സംഗീതം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ച് പോകുന്ന സമയത്ത് ഈ നാടകത്തിൻ്റെ സംവിധായകൻ ശ്രീമൂലനാഥൻ വിജയനാണ്. നാടകം സംവിധാനം ചെയ്യാൻ ശ്രീമൂലനാഥൻ വിജയനും നാടകരചന കാലടി ഗോപിയും. കാലടി ഗോപിയുടെ തിയേറ്ററാണ് ഈ പെരുമ്പാവൂർ നാടകശാല. അപ്പോൾ അവിടെ ചെന്ന് അവിടെ മ്യൂസിക് ചെയ്യാനാണ് ഞാൻ പോയത്. രംഗപടം വീണപ്പോൾ ചെയ്ത അമ്പിളി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ക്ഷണിച്ച് പോയതാണ്. അവിടെ നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞ ആടെ പരിചയപ്പെടുന്നതും അങ്ങോട്ട് വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. ഓരോ നടന്മാരും നടികളും ഡയലോഗ്സ് പഠിപ്പിക്കുന്നു. ഡയലോഗ്സിൻ്റെ അതിൻ്റെ ആ വേരിയേഷൻസൊക്കെ മനസ്സിലാവാണ്ട് ചില ആൾക്കാർക്ക് തലയിട്ട് വീണിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്ക് അത് പറ്റാണ്ട് അങ്ങനെ പല ആൾക്കാരും നാടകത്തിന് മാറ്റി എടുത്തിട്ടൊക്കെയാണ് നാടകം കളിക്കുന്നത്. അപ്പോൾ അതിന് 4 രംഗങ്ങളുള്ള രംഗെന്ന് നാടകത്തിന് പേര് 4 രംഗമാണ്. അപ്പോൾ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ വേണ്ടി പോയതാണ്. പാട്ടില്ല, രംഗം 1 by 1 ആയിട്ട് ഓരോ ഒരു ഹാർമോണിയം, ഒരു ക്ലാരിനെറ്റ്, ഒരു ഗിറ്റാർ, ഒരു തബല, ഒരു കോങ്കോ ഡ്രം, ഇങ്ങനെ 4-5 ആളുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഈ സീൻ ഒരു സീനിൻ്റെ എന്തൊക്കെയാണ് മ്യൂസിക് ഉണ്ടാക്കി അത് പഠിച്ച് അടുത്ത രംഗം ഇത് ഓക്കെ ആയിട്ട് ആൾ എഴുതി കൊടുക്കുള്ളൂ. അങ്ങനൊരു രീതി അവിടെ. എന്തിനു പറഞ്ഞു ഇങ്ങനെ പരിചയപ്പെട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമായി. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഒരു ട്രൂപ്പുണ്ട്, നാടക ട്രൂപ്പ്, അതിൽ 4-5 പാട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് വേറെ സംഗീത സംവിധാനമാണ്. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പാട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ആ രചനയ്ക്ക് ഇങ്ങനെയല്ല ട്യൂണ് വേണ്ട. അവർക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിരിക്കുക. അത് ആ വരികൾക്ക് ഇതല്ല ചേരുന്ന ട്യൂണ്. എങ്ങനെ ട്യൂണ് ചെയ്യേണ്ടത് എനിക്ക് പറയാറിയില്ല. കേട്ട മാത്രമേ എനിക്കത് അങ്ങനെയല്ല വേണ്ടി ഇരുന്നതെന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ വിദ്യാധരൻ അതൊന്ന് എനിക്കൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആൾ ചെയ്ത ഒരു പാട്ട് ഞാൻ ചെയ്യണോ, എനിക്ക് എൻ്റെ രീതിയോട് യോജിപ്പുള്ളൊരു കാര്യമല്ല അത് എന്ന് പറഞ്ഞു. വിദ്യാധരൻ കേട്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ല, എന്നാൽ അത് ഫ്രഷായിട്ട് ഒരു പാട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ ഉഷാറായി.